ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ മാഡം, ഞാനിപ്പോ ഈ സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ രണ്ടുപേരും കൂടി ഇവിടെ കുറച്ചു മുമ്പ് രോഗത്തിന് തിരക്കി വന്നായിരുന്നു. അല്ല, അവരവിടെ വന്നോ? നീ ലോറി ഡ്രൈവർ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം എതിർത്തതും ഭാമ തന്നെയാ. പരാതി വന്ന് പറഞ്ഞതും എന്നോട് തന്നെ. നീ ഇപ്പൊ അവൾക്കെതിരെ പറഞ്ഞത് തന്നെ ഒന്ന് ഭേദപ്പെടുത്തി അന്ന് ഭാമയും പറഞ്ഞതേ. എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മകനാ, രാജാവിനെ പോലെ വളർത്തി വലുതാക്കിയ മകൻ കേവലം ഒരു ഭൃത്യനെ പോലെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോ അവക്കും സഹിച്ചില്ല. ലോറി ഓടിക്കാൻ പോകുന്നത് അവൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അന്ന് ഞാൻ ഭാമയോട് പറഞ്ഞത് തന്നെ ഇപ്പൊ നിന്നോടും പറയാ. എടാ മോനെ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. വേല് കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവള് സാധനം വയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അഭിമാനം അത് വിട്ടുള്ള ഒരു കാര്യത്തിനും അവള് നിൽക്കൂല. അന്ന് നിന്റെ പണം ഇവിടെ ചെലവിന് ആവശ്യമില്ലാന്ന് പറഞ്ഞതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. ഇതേ അഭിമാനമല്ല, ദുരഭിമാനമാ. ഒരു ഗതിയും പരഗതിയില്ലാതെ നമ്മളിപ്പോ കഴിയുന്നത് ഈ വാടക വീട്ടിലാ. പണ്ടത്തെ മന്ത്രിമാരൊന്നും സ്വപ്നത്തിൽ പോലും ഇനി നമ്മുടെ മുന്നിൽ വരില്ല. എന്നിട്ട് എന്റെ കാശിപ്പോ ഇവിടെ വേണ്ട. സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് എന്തും ചെയ്യൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താച്ചാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛാ, എന്റെ കാശിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ ഞാനിങ്ങനെ എല്ലാം സഹിച്ച് ഉണ്ടുറങ്ങുന്നത് എന്താണെന്നറിയോ അച്ഛനെ? അറിയോ, എന്റെ അച്ഛനും അമ്മയാണെന്നുള്ള ബോധവും കരുതലും എനിക്കുള്ളതുകൊണ്ടാ. അച്ഛൻ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പണത്തിന് ആവശ്യം വരും. അന്ന് അതിന്റെ നേരെ മുഖം തിരിക്കുന്നു പറയണം അമ്മോട്. ഇതൊക്കെ നീ എന്നടുത്ത് പറഞ്ഞെന്തോടാ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു യന്ത്രമാ. ആരൊക്കെയോ പ്രവർത്തിപ്പിച്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. ഇവിടെ നിങ്ങൾ അമ്മയും മോനുവാ ഈ വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നതേ. നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ അത് കഴിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം. അപ്പോ എനിക്ക് എന്റേതായ രീതിയിൽ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും പറ്റും. പക്ഷെ എന്റെ ഈ അവസ്ഥ വെച്ച് ഞാൻ എന്ത് പണിക്കാടാ പോവാ? അല്ലെങ്കിൽ പിന്നെ വല്ല ലോട്ടറി കച്ചവടത്തിനും പോണം. അതാവുമ്പോ എവിടെയെങ്കിലും ഒരിടത്ത് ചടഞ്ഞോടി നിന്നാ മതിയല്ലോ. ഇനി അതും കൂടി അച്ഛൻ ഞാൻ കാണാൻ ബാക്കിയുള്ളൂ. എല്ലാരും കൂടി കൂട്ടത്തോടെ തോപ്പിക്കാനാണെങ്കിൽ ആയിക്കോ. അങ്ങനെ തന്നെ ആയിക്കോ. പ്രായമായിട്ടുള്ള അച്ഛനും അമ്മേനും പണിക്ക് വിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു മകനെന്ന നിലയിലെ ആളുകളുടെ പരിഹാസം കേട്ടിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞോളാം. അത് തന്നെയാണല്ലോ എല്ലാവരുടെ ഉദ്ദേശവും. എന്നെ നാണം കെടുത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുക. എന്താന്ന് വെച്ചാ ചെയ്തോളൂ, അനുഭവിക്കാം. അനുഭവിക്കാതെ വേറെ മാർഗമില്ലല്ലോ. എന്താ ചെയ്തോളൂ. എടാ, ഭാമ എന്തായാലും ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മളെ പിന്മാറ്റാനും ആരെക്കൊണ്ട് കഴിയത്തില്ല. ആ വിധി അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടടാ. കുറേ ആൾക്കാരെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ നിന്റെ അമ്മ, ആക്ഷേപിച്ചിട്ടുണ്ട്. അതിലൊരാളാ നമ്മുടെ ശാരദാമ്മ. ഇന്ന് അവര് ചെയ്യുന്ന പണിയേക്കാൾ ഒരല്പം ശേല് കുറഞ്ഞ പണി ഭാമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാ. മുൻകൂട്ടി തയ്യാറാക്കിയ ഈശ്വരന്റെ തീരുമാനം. അത് മാത്രം നീ ഇപ്പം മനസ്സിലാക്കിയാ മതി. ഞാനൊന്ന് കിടക്കട്ടെ. കുറെ നേരമായിട്ടുള്ള നിൽപ്പാ. വേറെ എന്താ പണി? ഈ നിപ്പും ഇരിപ്പും കിടപ്പൊക്കെ തന്നെയാ. വേണ്ടടോ. ശാലിനി, വിഷ്ണുട്ടാ, പപ്പിയും സത്യയും സ്കൂളിൽ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ?
അവരിതെവിടെ പോയി? അറിയില്ല. ശാന്തേച്ചി എന്നപ്പോ കുട്ടികൾ പോയിന്ന് സെക്യൂരിറ്റി പറയുന്ന. അതുമല്ല ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിടുകയും ചെയ്തു. ആ അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എല്ലാ മക്കൾ അവരൊരു ഓട്ടോ പിടിച്ച് പോന്നോളൂ. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ പോയിട്ട് നോക്കാം. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ശരി വിഷ്ണുട്ടാ. എന്താടി പറഞ്ഞേ? വിഷ്ണുട്ട സ്കൂളിൽ പോയി നോക്കാന്ന് പറഞ്ഞു. ഇന്ന് വരട്ടെ രണ്ടും കൂടെ. നീ ഇപ്പൊ ആരെയാ വിളിക്കുന്നേ? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നമ്പറിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യായിരുന്നമ്മ. ശാന്തേച്ചിയുടെ കണ്ണിപ്പെടാതെ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന് അയാളുടെ രീതിയിലും അയാളെ കൊണ്ടൊന്ന് നോക്കിപ്പിക്കാനായിരുന്നു. അയാൾ എടുക്കുന്നുമില്ല. ഈ പിള്ളേരുടെ ഫോൺ ഓണാക്കിയിട്ടില്ലല്ലോ മോളെ. ഇല്ലെന്നേ. സ്കൂൾ സമയം കഴിയുമ്പോ തന്നെ അവര് സാധാരണ ഫോൺ ഓണാക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഫോൺ ഓണാക്കിയിട്ടില്ല. മോളെ എനിക്കാകെ പേടിയാകുക. അവര് വല്ല അപകടത്തിലും ചെന്ന് ചാടിക്കാണുവോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ. ഇതിപ്പം സ്കൂള് നേരത്തെ വിട്ടതുകൊണ്ട് അവരൊരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ആ വരുന്നത് അവരായിരിക്കും. അവര് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണല്ലോ. പിന്നെ ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. എത്രയായി ചേട്ടാ? 80 രൂപ. അവരെ കണ്ടില്ലേ ശാന്തേച്ചി? ഇല്ല. അതെ, അവരിവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എത്തിയില്ലേ? ഇല്ല മോളെ, ഇനിയും വരുമെന്ന രീതിയിൽ പ്രതീക്ഷ ഒന്നും നിക്കണ്ട. സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറയേ. അവരുടേതായ രീതിയിൽ അവരന്വേഷിക്കട്ടെ. ഇതിപ്പം മോളെ ഇനി താമസിക്കണ്ട, സ്റ്റേഷനിൽ വിളിച്ച് പറയേ. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളാ. ഇതെവിടെ പോയിന്നറിയാതെ നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനായിട്ട് ഇരിക്കുന്നേ? ജഗദീപ. ആ ജഗദീപ് പറയൂ. ആ ഹലോ. ആ മാഡം, ഞാനിപ്പോ ഈ സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ രണ്ടുപേരും കൂടി ഇവിടെ കുറച്ചു മുമ്പ് രോഗത്തിന് തിരക്കി വന്നായിരുന്നു. അല്ല അവരവിടെ വന്നോ? ആ അതെ മാഡം, രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. പക്ഷെ ഇവിടുത്തെ പൂതനയില്ലേ, അവളെ സമ്മതിച്ചില്ല. അവളെ കണ്ണീച്ചോരയില്ലാതെ ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല മാഡം.